എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹാജാസ് ക്ലാസ്സിലെ മോർണിംഗ് ടീയിലേക്ക് സ്വാഗതം. രാവിലെ ഉണർന്ന് വരൂ, എന്നോടൊപ്പം ഒരു ചൂട് ചായ നമുക്ക് കഴിക്കാം. ചില ചൂട് വിശേഷങ്ങളും സാധാരണ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന വ്യത്യസ്തമായി ഒരു ചൂട് ചായയോടുകൂടി ചില നല്ല വിവരങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് നോക്കാം. വർഷങ്ങളായി PSC പരീക്ഷാ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ലെജൻസുകളായിട്ടാണ് നിങ്ങൾ ഈ മോർണിംഗ് ടീയിൽ കണ്ടുമുട്ടുന്നത്. വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ച് നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളെ സർക്കാർ ഉദ്യോഗത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ച ഒരു കൂട്ടം അധ്യാപകരുടെ സേവനമാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുകൊണ്ട് ഈ ചായ, ചൂടുള്ള ചായ, മനോഹരമായ ചായ, നല്ല കടുപ്പത്തിലുള്ള ഒരു ചായ കുടിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മോർണിംഗ് ടീയിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ രാവിലത്തെ സെഷനിലേക്ക് സ്വാഗതം. മോർണിംഗ് ടീ നോക്കൂ. രണ്ട് ചിന്താധാരകൾ തമ്മിൽ മനസ്സിൽ സംഘട്ടനം ആരംഭിച്ചതിനാൽ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. എന്താണ്? രണ്ട് ചിന്താധാരകൾ തമ്മിൽ മനസ്സിൽ സംഘട്ടനം ആരംഭിച്ചതിനാൽ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. കേരളത്തിലെ ഒരു പ്രശസ്തനായ വ്യക്തിയുടെ ആത്മകഥയിലെ വരിയ. പഠിച്ചിട്ടുള്ളവർക്ക് ഇപ്പോൾ ആള് ആരാ എന്ന് ഏകദേശ ധാരണ വന്നിട്ടുണ്ടാവും അല്ലേ? ഒരാളിൻ്റെ പ്രസംഗം കേട്ട് ആ പ്രസംഗം കേട്ടിട്ട് എനിക്കിന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ചില ക്ലാസ്സുകൾ കേട്ടിട്ട് അതിലെ സംഭവങ്ങൾ അറിഞ്ഞിട്ട് അയ്യോ ഇതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കും എന്ന് നമ്മൾ ആലോചിക്കാറില്ല ചില ദിവസങ്ങളിൽ, ചില രാത്രികളിൽ. എന്നതുപോലെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ, ഒരു പത്രപ്രവർത്തകന്റെ, ഒരു വിദ്യാഭ്യാസ വിചക്ഷണന്റെ പ്രസംഗം കേട്ടിട്ട് രണ്ടു ചിന്താധാരകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവ തമ്മിൽ സംഘട്ടനം. ഏതിലേക്ക് പോകണം, എന്തായിത്തീരണം, എനിക്കന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. 1904 1977 ഈ പ്രസ്താവന പറഞ്ഞ ആളിൻ്റെ ജീവിത കാലഘട്ടം. 1907 1904 1977. ജന്മസ്ഥലം പെരളശ്ശേരി, കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലാണ്. ഇദ്ദേഹത്തെയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ്. ഈ ജീവിത കാലഘട്ടവും ജന്മസ്ഥലവും കിട്ടാത്തവർ കേരള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവും എന്നും വിശേഷണവും കിട്ടിയില്ല. അത് കിട്ടിയിട്ടും മനസ്സിലാവാത്തവർക്ക് പാവങ്ങളുടെ പടത്തലവൻ എന്ന് കിട്ടിയപ്പോൾ ഏകദേശ ധാരണ വന്നു കഴിഞ്ഞു അല്ലേ? ഇദ്ദേഹമാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ്. കരുതൽ തടങ്കൽ നിയമപ്രകാരം തടവിലാക്കപ്പെട്ട ആദ്യ രാഷ്ട്രീയ നേതാവ് അല്ലേ? എന്തൊക്കെയാ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ? കേരള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവാണ്, പാവങ്ങളുടെ പടത്തലവനാണ്, ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകനാണ്, ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, കരുതൽ തടങ്കൽ നിയമപ്രകാരം തടവിലാക്കപ്പെട്ട ആദ്യ രാഷ്ട്രീയ നേതാവാണ്. പ്രിവെന്റീവ് അറസ്റ്റ്, കരുതൽ തടങ്കൽ. ഇയാൾ പുറത്തു നിന്നാൽ കുഴപ്പമാണ്, അതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാം. ഇടപെട്ടു. ആ കേസാണ് ഇദ്ദേഹവും മദ്രാസ് ഗവൺമെന്റും തമ്മിലുള്ള ഈ കേസാണ് സുപ്രീം കോടതിയിൽ വാദത്തിന് വന്നത് അല്ലേ? ആ കരുതൽ തടങ്കൽ നിയമം തെറ്റാണ് എന്ന് വാദിച്ചു. ഇദ്ദേഹത്തിൻ്റെ വാദങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി സുപ്രീം കോടതി.
ആളാരാന്ന് മനസ്സിലായി കാണുമല്ലോ. ഇദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റനാണ്. കിട്ടി, ഉറപ്പിച്ചു. അമരാവതി സത്യാഗ്രഹത്തിന്റെ നേതാവാണ്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റനാണ്, അമരാവതി സത്യാഗ്രഹ നേതാവാണ്. 1958 പഞ്ചാബിൽ ജലനികുതി സമരം നടന്നപ്പോൾ കേരളത്തിൽ നിന്നും പങ്കെടുത്ത നേതാവാണ്. അതുപോലെ ഗുജറാത്ത് രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗുജറാത്ത് മഹാപ്രക്ഷോഭം നടന്നു 56. 36 പട്ടിണി ജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെ നടത്തിയ ആളാണ്. ഉറപ്പിച്ചു. ആളാരാന്ന് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. പ്രത്യേകതകൾ അങ്ങ് ഓർത്ത് വെച്ച് നാദി. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റൻ, അമരാവതി സത്യാഗ്രഹ നേതാവ് അല്ലേ. ഇടുക്കി അമരാവതിയിൽ കുടിയേറ്റ കർഷകരെ കൊണ്ടു തള്ളിയിട്ട 1961 ആ സമരം. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പട്ടംതാണ് പിള്ള. അന്ന് ലോക്സഭയുടെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹം. അമരാവതിയിലെ കുടിയേറ്റ തൊഴിലാളികളെ മുഴുവൻ അമരാവതിയിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ കുടിയേറ്റ കർഷകരെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കി അമരാവതിയിൽ കൊണ്ടുപോയി തള്ളുന്നു. മൊട്ടക്കുന്നിൽ അവർ അവിടെ സമരം നടത്തുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ഈ സമരം അറിയുന്നു, അവിടെ എത്തിച്ചേരുന്നു, നിരാഹാരം കിടക്കുന്നു. അതിനെ തുടർന്ന് കേരള ഗവൺമെൻറ് ഇദ്ദേഹവുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി. കുടിയേറ്റ കർഷകർക്കെല്ലാം ഭൂമി കൊടുക്കാൻ സമ്മതിച്ചു ഗവൺമെൻറ്. അതാണ് അമരാവതി സത്യാഗ്രഹം. സത്യാഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ പഞ്ചാബിലെ ജലനികുതി സമരം, ഗുജറാത്ത് മഹാപ്രക്ഷോഭം, അതുപോലെ കേരളത്തിൽ 36 പട്ടിണി ജാഥ. പലപ്പോഴും ഇദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത് കൂടുതൽ ചോദ്യങ്ങളും അദ്ദേഹം നടത്തിച്ചില്ല ജാഥകളെ കുറിച്ചാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര സത്യാഗ്രഹ ജാഥയുണ്ട്. ക്ഷേത്ര സത്യാഗ്രഹ ജാഥ ഗുരുവായൂർ മുതൽ കണ്ണൂർ വരെ. അത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ജാഥയുണ്ട്, മലബാർ ജാഥ. അത് കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്കാണ്. മലബാർ ജാഥ കോഴിക്കോട് തിരുവിതാംകൂർ. എന്തിനു വേണ്ടിയാ ജാഥ നടത്തിയെന്ന് അറിയാമോ? മലബാർ ജാഥ 1938 തിരുവിതാംകൂറിൽ വലിയൊരു പ്രക്ഷോഭം നടക്കുന്നു. 38 ഉത്തരവാദ പ്രക്ഷോഭം അല്ലേ? അക്കമാച്ചെറിയാനൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ ഉത്തരവാദ പ്രക്ഷോഭത്തെ പിന്താങ്ങിക്കൊണ്ട് മലബാർ ജാഥ കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് ഇങ്ങോട്ട് കടക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. ആലുവയിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഉത്തരവാദ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന് പട്ടിണി ജാഥ. 36 പട്ടിണി ജാഥ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക്. മലബാറിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ നടത്തിയ ജാഥ, പട്ടിണി ജാഥ കണ്ണൂർ മദ്രാസ്. മറ്റൊന്ന് കാൽനട ജാഥ. 1957 കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന കർഷക ബന്ധ ബിൽ നടപ്പിലാക്കണം, ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1961 നടത്തിയ ജാഥയാണ് കാസർഗോഡ് തിരുവനന്തപുരം ജാഥ, കാൽനട ജാഥ. 57 ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പം അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ആ മനുഷ്യനാണല്ലോ അല്ലേ സഹകരണ പ്രസ്ഥാനങ്ങളുടെ നേതാവായിട്ടുള്ള. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 1930 അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേളപ്പജി ഒരു ജാഥ നയിച്ചല്ലോ കേരളത്തിൽ. കേളപ്പജിയുടെ ജാഥ ഏതാ? ഉപ്പ് സത്യാഗ്രഹത്തിൽ കേളപ്പജിയുടെ ജാഥ പയ്യന്നൂർ ജാഥ അല്ലേ? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് കേളപ്പൻ്റെ ജാഥ 32 പേരുമായിട്ട് പോകുന്നു അല്ലേ? 1930 ഏപ്രിൽ 21 അവർ പയ്യന്നൂരിലെത്തുന്നു. കണ്ണൂരിലെ പയ്യന്നൂരിലെത്തുന്നു. കേളപ്പനും സംഘവും. ആ പയ്യന്നൂരിൽ എത്തിച്ചേർന്ന ആ സംഘത്തിന് സ്വീകരണം നൽകാൻ നേതൃത്വം നൽകിയത് ഈ മനുഷ്യനാ. അവിടെ കേളപ്പജിയുടെ സംസാരമുണ്ടായി, പ്രസംഗമുണ്ടായി. അങ്ങനെ 2 ചിന്താധാരകൾ മനസ്സിൽ ഏറ്റുമുട്ടി. ആ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് 1930. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഞാൻ ഒരു പുതിയ ലോകം കണ്ടു, കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി, എൻ്റെ ഡയറി, ജനസേവനത്തിൻ്റെ അഗ്നിച്ചിറകുകൾ. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു, കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി, എൻ്റെ ഡയറി, ജനസേവനത്തിൻ്റെ അഗ്നിച്ചിറകുകൾ.
ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. എൻ്റെ ജീവിതകഥ. എൻ്റെ ജീവിതകഥയിലെ പ്രശസ്തമായ വരിയാണ് നമ്മൾ ആമുഖമായി പറഞ്ഞത്. രണ്ടു ചിന്താധാരകൾ തമ്മിൽ സംഘട്ടനം നടന്നതിനാൽ ആ രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചതേയില്ല. എൻ്റെ ജീവിതകഥ. അപ്പോൾ AKG കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി സ്വദേശി, ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ. ക്ലിയർ? ഏതെങ്കിലും ഒരു പുതിയ വിവരം നിങ്ങൾക്ക് ഈ ചൂട് ചായയോടൊപ്പം കിട്ടിക്കാണും എന്ന് ഞാൻ കരുതുന്നു. ഓർത്തു വച്ചിരിക്കുക, ഏറ്റവും നല്ല അധ്യാപകരെ, വർഷങ്ങളായി പാരമ്പര്യം ഉള്ള അധ്യാപകരുമായി നിങ്ങൾ സംവേദിക്കുകയാണ്. മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിക്കുക, ആവർത്തിച്ചൊന്ന് കേട്ടു നോക്കുക. ഈ ഇൻട്രോ കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആളിലേക്ക് എത്താൻ കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി നമ്മളൊന്ന് ഓർത്ത് വച്ചിരിക്കുക. അപ്പോൾ ശുഭദിനം. വീണ്ടും നമുക്ക് ഒരു ദിവസം രാവിലെ ഇത്തരത്തിലുള്ളൊരു കടുപ്പമേറിയ ചൂടുള്ള ചായയുമായി നമുക്ക് കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. AK ഗോപാലൻ.